യേശുവേ നീയല്ലാതാശ്രയിപ്പാൻ വേറെ ലോകത്തിലൊന്നുമില്ല. എൻ്റെ രക്ഷകനെ നിന്നെ ഭക്തിയോടെന്നും ഞാൻ വിഘ്നം കൂടാതെ വാഴ്ത്തും. എൻ്റെ രക്ഷകനെ നിന്നെ ഭക്തിയോടെന്നും ഞാൻ വിഘ്നം കൂടാതെ വാഴ്ത്തും. യേശുവേ നീയല്ലാതാശ്രയിപ്പാൻ വേറെ ലോകത്തിലൊന്നുമില്ല. അപ്പനമ്മ മക്കൾ സോദര ബന്ധുക്കൾ എല്ലാം വെടിഞ്ഞി ഭൂവിൽ. എൻ്റെ അപ്പനോടൊപ്പമായി പാരിലെങ്ങുമേ മറ്റാരെയും കാണുന്നില്ലേ. എൻ്റെ അപ്പനോടൊപ്പമായി പാരിലെങ്ങുമേ മറ്റാരെയും കാണുന്നില്ലേ. യേശുവേ നീയല്ലാതാശ്രയിപ്പാൻ വേറെ ലോകത്തിലൊന്നുമില്ല. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കാൽവരി ക്രൂശിലെ രക്തത്താൽ ചെയ്യും, എൻ്റെ യേശുവിൻ്റെ രക്തത്താൽ ചെയ്യും, എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യും, എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ, എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. രാത്രികാലം മുഴുവനും സൂക്ഷിച്ചു പരിപാലിച്ചു ഉറങ്ങി ഉണരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ പാദപീഠത്തിലായിരിക്കാനും സഹായിച്ച വൻ കൃപകൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സുബോധത്തോടും ആരോഗ്യത്തോടും എഴുന്നേൽപ്പിച്ച എൻ്റെ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നന്ദി പിതാവേ, നന്ദി. അപ്പം ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയ്ക്ക് വേണ്ടി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് ആവശ്യമാർന്ന ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ബലം, സമാധാനം, സന്തോഷം, സൗഖ്യം, സമൃദ്ധി, ദൈവകൃപയൊക്കെ തന്ന് ഞങ്ങളെ പോറ്റി പുലർത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വരാമായിരിക്കുന്ന സകലവിധ ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്നും രോഗദുഃഖാദികളിൽ നിന്നും പകർച്ചബാധകളിൽ നിന്നും മരണത്തിൽ നിന്നും വിടുതലിൽ നിന്നും ആശ്വാസം നിന്ന് ഞങ്ങളെ നടത്തേണ്ടതിനായി പ്രാർത്ഥിച്ചേൽപ്പിക്കുകയാണ്. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും ഏൽപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ഒന്നുപോലെ അനുഗ്രഹിച്ച് സഹായിച്ച് സൂക്ഷിക്കുമാറാകണം. ഞങ്ങളുടെ ആവശ്യഭാരങ്ങളുമായി തിരുമുൻപാകെ കടന്നു വരിക. അങ്ങയുടെ പാദപീഠം ചേർന്ന് കടന്നു വന്നവരാരും ലജ്ജിച്ചു പോയിട്ടില്ലോ. അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ കർത്താവേ. അങ്ങയുടെ പാദാന്തിയെ കടന്നു വരുന്ന തൻ്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്നാണ് പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം എല്ലാം അപ്പൻ്റെ പുണ്യപാദപീഠത്തിൽ സമർപ്പിക്കട്ടെ. ദാനം തന്ന കൊച്ചു തലമുറകളെ സമർപ്പിക്കട്ടെ. ദൈവമായ കർത്താവ് ഞങ്ങളായിരിക്കുന്ന ദേശത്തെ സമർപ്പിക്കട്ടെ. ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ഉപജീവന മാർഗം ഏൽപ്പിക്കട്ടെ. എല്ലാം കർത്താവിൻ്റെ ദാനമാപ്പ. നന്ദി അപ്പ, നന്ദി. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, സൂക്ഷിക്കണമേ. ഏറിയ ദൈവകൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഓ, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്താമെന്ന് വാക്ക് പറഞ്ഞ കർത്താവേ, ഇന്നുവരെയും അങ്ങ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായി വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമായി കൂടെ നിന്ന ദൈവമാകിയാൽ നന്ദിയോടടിയനങ്ങെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. വീണ്ടും അടിയങ്ങളെ സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണം, അവരുടെ ഭാവിയെ അനുഗ്രഹിക്കണം, അവർക്ക് ജയത്തോടെ അവരെ നടത്തിക്കൊള്ളുമാറാകണം. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ, പ്രത്യേകിച്ച് 10, 11, 12 പഠിക്കുന്ന മക്കൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, കർത്താവെ, വിവിധ കോഴ്സുകളിലായിരിക്കുന്ന മക്കൾ, BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിങ്ങിന്, മെഡിസിന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, OITയും IELTSഉം പഠിക്കുന്ന മക്കളുണ്ട് കർത്താവെ. ജർമ്മൻ പഠിക്കുന്നവരുണ്ട്, പ്രൊമറ്ററി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കളുണ്ട്, നീറ്റിൻ്റെ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട്, മറ്റ് വിവിധ പരീക്ഷകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന മക്കളെ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, ബുദ്ധിജ്ഞാനവും കൊടുക്കണമേ. നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ പാസ്സാകണം. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടണം. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ കർത്താവിനെ അറിഞ്ഞ് വളരുവാൻ സഹായിക്കുമാറാകണം. മുന്നമേവൻ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നൽകിത്തരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവിനെ അനുസരിച്ച് നടപ്പാൻ, ഭയത്തോടെ നടപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കുമാറാകണം. ശത്രു അവരെ കാണരുത്, ദുഷ്ടപിശാച് തുടരുതെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. നാടും വീടും വിട്ട് വിദുരിതകളിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ ഓരോ പ്രിയ മക്കളെയും സമർപ്പിക്കുക കർത്താവേ. എൻ്റെ സ്വർഗ്ഗം എല്ലാ മക്കളെയും സഹായിക്കുമാറാകണം. മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ, അനാഥര വിധവകളുണ്ട് കർത്താവേ. എല്ലാവരെയും സംരക്ഷിക്കുന്ന ദൈവം അവിടുന്ന്
അവിടുന്ന് പരിപാലിക്കുന്ന ദൈവം, അവിടുന്ന് ഞങ്ങൾക്ക് നല്ല പിതാവും നല്ല സഹോദരനുമാ. നന്ദി പിതാവേ, നന്ദി. നീ മാത്രം മതി കർത്താവേ. നിന്നിൽ ആശ്രയിക്കുന്ന തൻ്റെ മക്കളെ അവിടുന്ന് കൈവിടാത്ത ദൈവം, ഉപേക്ഷിക്കാത്ത ദൈവം, മറക്കാത്ത ദൈവം, മാറാത്ത ദൈവമാകിയാൽ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവേ. ഈ നല്ല സമയം കർത്താവേ, ജോലിയിലായിരിക്കുന്ന ഓരോ മക്കളെയും കാത്തുകൊള്ളണമേ. സമാധാനത്തിലും ആരോഗ്യത്തിലും ചെയ്തെടുപ്പാൻ കൃപ നൽകുമാറാകണം. ഏറിയ പ്രതിഫലം നൽകി മാനിച്ചു കൊള്ളുമാറാകണം. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സഹായിക്കണേ. സമാധാനത്തോടും സന്തോഷത്തോടും ജീവിപ്പാൻ ഇടയാക്കണമേ കർത്താവേ. ദൈവഭയത്തിലും കൃപയിലും ജീവിപ്പാൻ സഹായിക്കണമേ കർത്താവേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കൊച്ചു തലമുറകളെയൊക്കെ അനുഗ്രഹിക്കണമേ. ബാലപീഠയിൽ നിന്നൊക്കെ വിടുവിച്ചു കൊള്ളുമാറാകണം. യഹോവാ ഭക്തിയിൽ അവർ വളരുവാൻ സഹായിക്കുമാറാകണം. കർത്താവെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അപ്പോൾ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവോപജീവമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുക്കണമേ. വിവാഹപ്രായം കഴിഞ്ഞ മക്കളെ, വിവാഹപ്രായമായ മക്കളെ നിങ്ങളെ പരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കാൻ സഹായിക്കണമേ അപ്പച്ച. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സഹായിക്കണേ അപ്പ. തലമുറ നൽകി അനുഗ്രഹിക്കണേ കർത്താവേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ കാത്തുകൊള്ളേ. സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണേ കർത്താവ്. ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണമേ ദൈവമായ കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ എല്ലാ ഉപജീവനമാർഗത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ചെറുതും വലുതുമായ ജോലികളിലായിരിക്കുന്ന മക്കളെ, ബിസിനസ് ചെയ്യുന്ന മക്കൾ കർത്താവേ, അവരെ അനുഗ്രഹിക്കണം. പോക്കലും വരവിലുമൊക്കെ കൂടെ ഇരിക്കണം. ജോലിയിൽ കൂടെ ഇരുന്ന് സഹായിക്കണം. നന്മ കൊടുത്ത് നിറയ്ക്കുമാറാകണം. കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹം ചേൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. മധ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്നവരെ സമർപ്പിക്കുന്നു. മാനസാന്തരം നൽകി കാത്തുകൊള്ളണേ അപ്പ. അപ്പ വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നപ്പ. ഹൃദയ സമാധാനം നൽകിയവരെ കാത്തുകൊള്ളണമേ അപ്പ. മുൻപോട്ട് ജീവിപ്പാനുള്ള ധൈര്യം കൃപയും കൊടുത്ത് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഈ സമയം കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, രോഗികളായി ഭാരപ്പെടുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പ. ആശുപത്രിയിലും ഭവനങ്ങളിലും വിശ്രമിക്കുന്ന മക്കൾ, ICUയിലും CCUയിലും കിടക്കുന്നവർ, വെൻറ്റിലേറ്ററിൽ കിടക്കുന്നവർ, ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നവർ, ഓപ്പറേഷൻ തയ്യാറെടുക്കുന്നവർ കർത്താവെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതിവേദനകളിൽ കൊണ്ട് കടന്നു പോകുന്നവർ, മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുന്നവർ അപ്പൻ്റെ ബലമുള്ള കാര്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. സൗഖ്യദായകനെ, മനസ്സലിവും കരുണയുമുള്ള ദൈവമേ, അങ്ങൊന്ന് തൊടുമാറാകണമേ, സുഖപ്പെടുത്തുമാറാകണമേ, സൗഖ്യം പ്രാപിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങക്കൊരു കാര്യം അസാധ്യമല്ലല്ലോ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ, മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെ, തലയ്ക്കകത്ത് വേദനയുള്ളവരെ, ശരീരവാസകലം നീർക്കെട്ടും വേദനയുള്ളവർ, അതിവേദനകളിൽ കൂടി കടന്നു പോകുന്നവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുമുള്ളവർ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, ബ്ലീഡിംഗ് ഉള്ളവരെ കർത്താവേ എൻ്റെ അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യൂറിനറി ഇൻഫെക്ഷനാൽ ഭാരമുള്ള കുഞ്ഞുങ്ങൾ, ശരീരത്തിൽ പരിക്കളാൽ ഭാരമുള്ള കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ള മക്കൾ അപ്പൻ്റെ ബലമുള്ള കാര്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സൗഖ്യദായകൻ അവിടുന്ന്, മരുന്നും വൈദ്യനും അവിടുന്ന്. ഞങ്ങളുടെ കർത്താവ് മനസ്സലിയും കരുണയുമുള്ള ദൈവമാണ്. തൻ്റെ മക്കളോട് കരുണ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കാഴ്ചയും കേൾവിയും ഇല്ലാത്തവർ, ഓർമ്മയും ബുദ്ധിയും ഇല്ലാത്തവർ, മാനസികമായ ഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ കർത്താവേ, കിടക്കയിലായിരിക്കുന്നവർ, വീൽ ചെയറിലായിരിക്കുന്നവർ ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. കൈകാലുകൾക്ക് ചലനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതാ സ്വന്തം കാര്യം ചെയ്തെടുക്കാനുള്ള ബലം കൊടുക്കണമേ. ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആരെയും ആശ്രയിക്കാതെ ജീവിപ്പാൻ സ്വർഗ്ഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മനസ്സലിവുള്ള കർത്താവേ, നാളുകളായി കിടക്കയിലായിരിക്കുന്നവരോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ ബലമുള്ള കാര്യത്തിൽ ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. നാഥാ സഹായിച്ചാട്ടപ്പ, സഹായിച്ചാട്ട. ദൈവമായ കർത്താവേ, ഗിലെയാദിലെ സുഗന്ധക്കുഴമ്പുമായി കടന്നു വരണം. ഉച്ച മുതൽ പാദം വരെ തൊട്ട് സൗഖ്യപ്പെടുത്തുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികൾക്കും നല്ല ഭജനായ അപ്പൻ്റെ കരങ്ങളിൽ ഞങ്ങളുടെ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തൊട്ട് സുഖപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആസ്മ രോഗികളുണ്ട്, തൈറോയിഡ് ഉള്ളവരുണ്ട്, അലർജി ഉള്ളവരുണ്ട്, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവരുണ്ട്. എൻ്റെ അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് തൊട്ടാൽ മതി വിടുതല, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി വിടുതല. ഹല്ലേലൂയ. സ്വർഗം തൊടണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടപ്പാ. അവിടുത്തെ സമാധാനം ഓരോ മക്കൾക്കും നൽകണമേ. സന്തോഷത്തോടും ദൈവകൃപയോടും ദൈവഭയത്തോടും ജീവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദിവ്യ സമാധാനം ഓരോ കുടുംബങ്ങളിന്മേലും ഐക്യമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ എല്ലാ യാത്രകളെയും സമർപ്പിക്കുന്നു. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ആകാശത്തിൽ കൂടി യാത്ര ചെയ്യുന്നവർ, കരയിൽ കൂടി യാത്ര ചെയ്യുന്നവർ, വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുന്നവരൊക്കെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ വാഹനത്തെയും കർത്താപ്പച്ച നിയന്ത്രിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവമായ കർത്താവേ, പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവച്ചൻ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം, സ്തോത്രം. ഹാലിൽ ഇന്ന് പോൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിച്ച് നടത്തിക്കൊള്ളുമാറാകണം. പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. ഞങ്ങളുടെ പട്ടക്കാർ, മേൽപ്പട്ടക്കാർ, ദേവാലയങ്ങളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. സുവിശേഷ വേലകളെ, വേലക്കാരെ ഓർക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച് പോഷിപ്പിച്ച് ജയത്സമായി നടത്തണമേ. ആമേൻ. സുഷ്കാന്തിയുടെ കർത്താവിൻ്റെ വേല ചെയ്യാൻ ഓരോ മക്കളെയും നടത്തണമേ. പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. ആമേൻ. ഞങ്ങളുടെ ഭരണകൂടങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ ഭരണകർത്താക്കൾക്കായി നന്ദി പറയുന്നു. ദൈവമായ കർത്താവെ, വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ, അർപ്പണാബോധത്തോടെ ആമേൻ തൻ്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച ജോലികളൊക്കെയും ചെയ്തെടുപ്പാൻ അവർക്ക് വേണ്ടുന്ന ആലോചനയും ബുദ്ധിയും കൊടുത്തവരെ സമാധാനത്തിൽ കാത്തുകൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ ദേശത്തെയും അനുഗ്രഹിച്ചാട്ട് കർത്താവേ. ഞങ്ങളുടെ കൊച്ചു കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മഹാരാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഗൾഫ് നാടുകളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അമേരിക്കൻ ഐക്യനാടിനായി പ്രാർത്ഥിക്കുന്നു. ഭൂഖണ്ഡം ഏൽപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുക. അപ്പാ. സ്തോത്രം, സ്തോത്രം. സ്വർഗം കരുതണമേ, സമാധാനത്തിൽ സൂക്ഷിക്കണമേ. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയും ജലപ്രളയത്തിൽ നിന്ന് എല്ലാവരെയും വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തിലും കൃപയിലും എല്ലാവരെയും നിലനിർത്തുമാറാകണം. ശത്രു ആരെയും കാണരുത്. ദുഷ്ടപിശാചി തുടരുത്. അത്യുന്നതിൻ്റെ മറവിലായിരിക്കട്ടെ. സർവ്വശക്തൻ്റെ നിഴലിൻ കീഴിലായിരിക്കട്ടെ. ഓരോ ജീവിതങ്ങളെയും സഹായിക്കണം, അനുഗ്രഹിക്കണം. കൃപയിൽ പൊതിനും കൂടെയിരിക്കണം. ദൈവനാമ മഹത്വമെടുക്കാൻ സഹായിച്ചാട്ടെ. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം.